ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു DIY മോയ്സ്ചറൈസർ ആണ്. അത് ഭയങ്കര ലോ കോസ്റ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു 3 ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഗ്ലിസറിൻ, റോസ് വാട്ടർ, പിന്നെ ഫിൽറ്റേർഡ് വാട്ടർ, അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ആവശ്യമാണ്. ഇതിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്ന നോക്കാം. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂട്ടനും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്യൂ ഒരു ഹായ് പറ. ഹായ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്ലിസറിൻ ആണ് ഒഴിക്കുന്നത്. ഇതിൻ്റെ റേഷ്യോ വന്നിട്ട് ഇപ്പോൾ ഒരു നോർമലായിട്ട് എടുക്കുകയാണെങ്കിൽ ഗ്ലിസറിൻ എടുക്കുന്ന അളവിൽ തന്നെ റോസ് വാട്ടറും എടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഗ്ലിസറിൻ ഒഴിക്കുന്നുണ്ട്. സ്റ്റോപ്പ് മതി. ഓക്കെ, ഇത്ര ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അളവ് തന്നെ റോസ് വാട്ടർ. മൂടിയുണ്ട്, അതങ്ങനെ വെച്ചോ. ഇതിൽ വെച്ചേക്കാം. ഇതിലെ വരുമില്ലല്ലോ. ഇതിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് ഫേസ് ഒഴികെ ബാക്കി എല്ലാവിടെയും യൂസ് ചെയ്യാം. കാരണം ഞാൻ ഫേസിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മതി, ആയിട്ടുണ്ടാവില്ലേ? കുറച്ച് കൂടുതലാന്ന് തോന്നടാ റോസ് വാട്ടർ. കുഴപ്പമില്ല. അപ്പോൾ ഇത് കുറച്ച് കൂടി പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരു നോർമൽ ഒരു റേഷ്യോ ആണ് ഞാൻ പറഞ്ഞത്, 1:1 എന്നുള്ള രീതിയിൽ. ഇല്ലെങ്കിൽ എന്താ, നമ്മൾ ഓവർ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഗ്ലിസറിൻ്റെ അളവ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. നമ്മൾ അതിനനുസരിച്ചിട്ട് കൂട്ടിയാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമാണ്, ഫിൽറ്റേർഡ് വാട്ടറാണ് ഒഴിക്കുന്നത്. ഇഷ്യൂ കുറച്ച് മതി. ഇതിപ്പോൾ റോസ് വാട്ടറിൻ്റെ അളവ് കൂടിയതുകൊണ്ട് ഫിൽറ്റേർഡ് വാട്ടർ നമ്മൾ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് സ്പ്രേ ചെയ്തിട്ട് നോക്കണം ഇത് ആവശ്യത്തിനുള്ള ആ ഒരു എന്താ മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. എൻ്റെ കൈമേൽ വെച്ചു. ഓക്കെ മതി. ഇതൊന്ന് ഇതാക്കിയ അപ്പോൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് പോവാം. ബൈ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ് വരുന്നത്. ഇതൊരു ഓവർ സ്റ്റിക്കി അല്ല, അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഡ്രൈനെസ് മാറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു ഇതിൻ്റെ ഒരു റേഷ്യോ വന്ന് എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമലായിട്ട് ഉള്ളൊരു സ്കിന്നാണെങ്കിൽ, അധികം ഡ്രൈ ആയിട്ടൊന്നല്ല, നോർമലാണ്, അങ്ങനെയാണെങ്കിൽ ഒരു 1:1 എന്നുള്ള ഒരു റേഷ്യോ വെച്ച് അങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ സ്കിന്നിന് ഇതായി കഴിഞ്ഞാൽ ഓവർ ഈ വാട്ടറി പോലെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഭയങ്കര ലൂസായിട്ട് ഇട്ട ഉടനെ അങ്ങ് പോവുക. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു എന്താ തീരെ ഒരു ഗ്ലിസറിൻ്റെ എഫക്റ്റ് അവിടെ ഇല്ലെങ്കിൽ അന്നേരം ഈ ഗ്ലിസറിൻ്റെ കണ്ടന്റ് മാത്രം കൂട്ടിക്കൊടുത്താൽ മതി. ഓവർ ഗ്ലിസറിൻ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒന്നിക്ക റോസ് വാട്ടറോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്റേർഡ് വാട്ടറിൻ്റെ ആ ഒരു എമൗണ്ട് കൂട്ടിയിട്ട് എടുത്താൽ മതി. അത്രേ വേണ്ടൂ. ഇപ്പം ഇത് സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറേ കാലം നമ്മളെ കയ്യിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നതാണ്. അതേപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നമ്മളിപ്പം ഗ്ലിസറിന് മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ റേറ്റ് വന്ന് 70 റുപ്പീസാണ് വരുന്നത് ഈ ഗ്ലിസറിൻ്റെത്. അതേപോലെ തന്നെ റോസ് വാട്ടർ ഓരോ റേഞ്ചിനുള്ളതും ഓരോ ഇതുണ്ട്. അപ്പം ഞാൻ അടുത്ത് എന്തോ റാണിയെന്നോ അങ്ങനെ എന്തോ പേരിലാണ്. അങ്ങനെ റോസ് വാട്ടറിന് ഇതൊന്നുമില്ല. അപ്പം ഇതിനും നല്ല റേറ്റ് കുറവാണ് വരുന്നത്, 15 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 15 റുപ്പീസിന് സാധനം കയ്യിൽ കിട്ടിയല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ല എഫക്റ്റീവാണ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു ഇപ്പം എന്തായാലും ഒരു കുറേ ഇയേഴ്സായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം എനിക്ക് ഈ ഡ്രൈനെസ് ഒക്കെ വരുമ്പം ബാക്കിയുള്ള എല്ലാ ഗ്ലിസറിൻ എന്ന് പറയുന്ന എല്ലാ സ്കിൻ ടൈപ്പിനും, അതേപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിന് എല്ലാവർക്കും പറ്റിയതാണ് ഈ ഗ്ലിസറിൻ എന്ന് പറയുന്ന ഇത്. അപ്പം
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എങ്ങനെയുണ്ടെന്ന്, നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എങ്ങനെയാണുള്ളത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.